ഇത്രയും കാലം നീ ഒരു പാഴായിരുന്നു. ഇപ്പൊ ഈ കുടുംബത്തിന് നീ ഒരു നാണക്കേടും കൂടിയായി. എന്റെ മകളെ വഞ്ചിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? യങ് മാസ്റ്റർ, എന്നെ ഇങ്ങനെ പിന്തുടരരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു റിച്ച് മാൻ ആണെന്ന് ഇവിടെ ആരും അറിയരുത്, മനസ്സിലായോ? ഫോൺ വെക്കേ. കണ്ണ് കാണില്ലേ നിനക്ക്? സർ, സോറി സർ. എവിടെ നിന്നാണാവോ ഇതൊക്കെ കുറ്റം പറിച്ചു വരുന്നത്? ആരാ ഇത്? സർ, ഞാൻ പല്ലവിയുടെ. സർ, നിങ്ങള് ദേവ് മേനോൻ അവന്റെ മുഷിഞ്ഞ വസ്ത്രവും എല്ലാം കണ്ട് അവൻ ഏതോ ജോലിക്കാരനോ ഓഫീസ് ബോയോ ആണെന്നാണ് വിചാരിച്ചത്. പല്ലവി, എനിക്ക് മനസ്സിലായി. സാരമില്ല, ഇത് വിട്ടേക്ക്. എനിക്ക് എന്ത് സംഭവിച്ചാലും സംഭവിക്കട്ടെ. മിണ്ടരുത് നീ. എന്റെ ലൈഫിൽ നിന്നൊന്ന് പോയി തരുവോ? എന്റെ ലൈഫ് തന്നെ നീ നരകമാക്കി. നീ എന്റെ ഭർത്താവല്ല, എന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയാ നീ. അച്ഛൻ എന്നെ നിർബന്ധിച്ച് നിന്നെ വിവാഹം കഴിപ്പിച്ചതാ. എനിക്ക് നാണക്കേടല്ലാതെ വേറെ ഒന്നും നിനക്ക് തരാൻ കഴിയില്ല. എന്താ ഈ കിടക്കുന്നല്ല? ക്ലീൻ ചെയ്തല്ല? ശരി ശരി പല്ലവി, ഇതൊന്നും നിന്റെ തെറ്റല്ല. എന്റെ സമയത്തിന്റെ പ്രശ്നം. ഒരു നാൾ നീ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ ലവ് യു. അഭിമന്യു ഒരു കോടീശ്വര ബിസിനസ് ഫാമിലിയുടെ മരുമകനാണെങ്കിലും അവന്റെ സ്ഥിതി വളരെ ദാരുണമായിരുന്നു. എല്ലാവരും അവന്റെ അവസ്ഥയെ കളിയാക്കുമായിരുന്നു. ഹായ് ഹായ്, നിന്റെ അവസ്ഥ തന്നെ മോശമാണല്ലോ. നീ എനിക്ക് എന്ത് തരാനാ? തായോ തായോ. ഈ ലോകത്തിലെ എല്ലാ സന്തോഷവും ഞാൻ നിനക്ക് തരും. നീ എന്റേതാണ്. അത് നീ ഒരിക്കൽ മനസ്സിലാക്കും. ഹാപ്പി ബർത്ത്ഡേ അഭിമന്യു. നീ കാരണം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നാണം കെട്ടു. നിന്നെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എവിടെയായിരുന്നു നീ? ഞാൻ ആക്ച്വലി പല്ലവിയുടെ കോൾ വന്നിട്ട് ഞാൻ അവളെ പിക്കാൻ പോയിരുന്നു. അവളുടെ ഫോൺ പോലും സ്വിച്ച് ഓഫ് ആണ്. പല്ലവി ഇപ്പൊ എന്റെ ഒപ്പം ഇല്ല. വാട്ട്? നീ അല്ലേ ഇപ്പൊ പറഞ്ഞത് നീ അവളെ പിക്ക് ചെയ്യാൻ പോയിരുന്നെന്ന്? അത് ഞാൻ പറഞ്ഞത് ശരിയാ. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഒരു ക്ലയന്റിന്റെ കൂടെ പോയി. എന്താ? രാത്രി ഇത്രയും നേരമായി എന്നിട്ട് നീ പറയുന്നു പല്ലവി ഏതോ ക്ലയന്റിന്റെ കൂടെയാണെന്ന്. അതുകൊണ്ടാവും നിന്റെ കൂടെ അവള് വരാത്തത്. നിനക്കൊരു നല്ല മരുമകനാകാനോ കഴിഞ്ഞില്ല. ഒരു നല്ല ഭർത്താവെങ്കിലും ആയിക്കൂടെ? ഒരു മണിക്കൂറിനകം പല്ലവി എനിക്കിവിടെ എന്റെ വീട്ടിൽ കാണണം. യു അണ്ടർസ്റ്റാൻഡ്? ഓക്കേ. അഭിമന്യുവിനെ കുറിച്ച് ദേവ്മേനോന് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ദേവ്മേനോനെ കുറിച്ച് പല്ലവി ഇടയ്ക്കിടെ സംസാരിക്കുന്നത് അവൻ കേട്ടിട്ടുണ്ട്. ദേവ്മേനോൻ അവരുടെ ഒരുപാട് കാലമായിട്ടുള്ള അവരുടെ ക്ലയന്റ് ആണെന്നും അയാൾക്ക് ഒരു നൈറ്റ് ക്ലബ് ഉണ്ടെന്നും ഒക്കെ. എന്താ നീ ചെയ്യുന്നത്? വിടന്നെ, വിട്. മിസ്റ്റർ ദേവ്മേനോൻ, ഞാൻ പല്ലവിയുടെ ഭർത്താവാ. എനിക്കിപ്പോ നിന്നെ കുത്തി കൊല്ലണമെന്നുണ്ട്. പക്ഷേ പല്ലവിക്ക് വേണ്ടി ഞാൻ അതിപ്പോ ചെയ്യുന്നില്ല. അവള് നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. ഇനി നിന്നെ എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം ഞാൻ പല്ലവിക്ക് വിട്ടുകൊടുക്കാം. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? നമ്മൾ വേറെ വേറെ റൂമിലാ ഉറങ്ങാറെന്ന് നിനക്കറിയില്ലേ? പല്ലവി, നീ ഇന്നലെ നല്ലോണം കുടിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ ഇന്നലെ ദേവ്മേനോന്റെ പാർട്ടിയിൽ നിന്ന് ഞാനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. നിന്റെ അവസ്ഥ കണ്ടപ്പോ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ. സോറി. ഞാൻ ഏത് അവസ്ഥയിലായിരുന്നെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഇനി ഈ സിറ്റുവേഷൻ മുതലെടുത്ത് എന്റെ അടുത്ത് വരാന്ന് വല്ല തോന്നലും നിനക്കുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്നങ്ങ് മാറ്റി വെച്ചു. നീ എന്നെ തെറ്റിദ്ധരിക്കുക. ഹാ, ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ ഇമ്പോർട്ടന്റ് വർക്ക് പോലും മറന്നുപോയി. ഇനി ഈ ദേവ്മേനോന്റെ കാര്യത്തിലും എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അയാള് ഇത്ര വൃത്തികെട്ട ഒരു മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതെങ്ങനെ? ഈ ഓഫീസർ എന്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം പ്രോജക്റ്റിന്റെ അപ്രൂവൽ റിജക്ട് ചെയ്തു. ഹലോ പല്ലവി, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രൊജക്ട് ഞാൻ നിന്നിൽ നിന്നും തിരിച്ചു വാങ്ങുക. കൂടാതെ ഇന്ന് മുതൽ നീ നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ നിന്നും പുറത്താണ്. നിനക്ക് നിന്റെ വഴി. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ.
പല്ലവി എന്നോട് സംസാരിക്കേ. ആരാ കോളില്? പല്ലവി, വാട്ട്സ് ഹാപ്പനിങ്? മുത്തശ്ശൻ എന്നെ എന്റെ ഡ്രീം പ്രോജക്റ്റിൽ നിന്ന് ഒഴിവാക്കി. അത് മാത്രമല്ല, എന്നെ ഫാമിലി ബിസിനസ്സിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. പക്ഷെ അതെങ്ങനെ ശരിയാവും? ഒരു പ്രൊജക്ടിന്റെ പേരിൽ ഒരാളെ കമ്പനിയിൽ നിന്ന് എങ്ങനെ പുറത്താക്കാനാവോ? മാത്രമല്ല, അപ്രൂവൽ കിട്ടാത്തത് നിന്റെ മാത്രം തെറ്റാവുന്ന എങ്ങനെയാ? നീ എൻ്റെ കൂടെ വാ, നമുക്ക് മുത്തശ്ശനൊന്ന് കണ്ട് സംസാരിക്കാം പ്ലീസ്. നോക്ക് പല്ലവി, ഞാൻ ബിസിനസിന്റെ കാര്യത്തിൽ സ്ട്രേറ്റ് ഫോർവേഡാ. ഞാൻ ഈ തീരുമാനം എടുത്തത് ദേഷ്യത്തിന്റെ പുറത്തോ ഏതെങ്കിലും ഇമോഷന്റെ പുറത്തോ അല്ല. ഈ ബിൽഡിംഗ് പ്രൊജക്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പ്രൊജക്ട് നിന്റെ കസിൻ ജീവനെ ഇന്ന് മുതൽ ഈ പ്രൊജക്ട് അവൻ ഹാൻഡിൽ ചെയ്യും. നിനക്ക് വീട്ടിൽ സുഖമായിട്ടിരിക്കാം. മുത്തശ്ശ, ഈ പ്രോജക്റ്റ് എന്റെ സ്വപ്നമായിരുന്നു. ഈ ഓഫീസർ എന്തുകൊണ്ട് അത് അപ്രൂവൽ ചെയ്യാത്തതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഈ പ്രോജക്റ്റിന്റെ അപ്രൂവൽ ഞാൻ നേടിയെടുക്കും. ഞാൻ മുത്തശ്ശന് പ്രോമിസ് ചെയ്യുന്നു, ആ പ്രോജക്റ്റ് ജീവന് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു അവസരം കൂടി തരൂ പ്ലീസ്. ഓക്കെ, പക്ഷെ ഈ ജോലി നീ ഇന്ന് തന്നെ തീർക്കണം. താങ്ക് യു മുത്തശ്ശ. മിസ്റ്റർ സക്സേന, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതെ, ഇരിക്കൂ, പറയൂ. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആണോ? നമ്മുടെ കമ്പനിയുടെ എല്ലാ ബിൽഡിംഗ്സിന്റെയും ഡോക്യുമെന്റ്സ് കറക്റ്റാ. എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയില്ല. അതിന്റെ കാരണം എന്താന്ന് ഒന്ന് പറയാമോ? അത് ഞാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. കമ്പനി നീ? അതെ, ഞാൻ തന്നെ. ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നീ ഇപ്പൊ സംസാരിക്കുന്ന സക്സേന എന്റെ ഭർത്താവാ. പിന്നെ നിങ്ങൾക്ക് ഈ അപ്രൂവൽ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോ ഞാൻ തന്നെയാ അത് കൊടുക്കരുതെന്ന് പറഞ്ഞത്. ഇന്നെന്റെ ഹസ്ബൻഡിന്റെ പൊസിഷൻ വെച്ച് നിങ്ങളുടെ വർക്ക് നടത്താനും നടത്താതിരിക്കാനും അധികാരമുണ്ട്. പിന്നെ നിങ്ങൾ ഭയങ്കര റിച്ച് അല്ലേ കാമിനി? നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല പല്ലവി. ശരി, ഇനി ഞാൻ പറയാം. നിനക്ക് അപ്രൂവൽ അല്ലേ വേണ്ടത്? അപ്പൊ നിന്റെ ഭർത്താവ് ഇവിടെ മുഴുവൻ സ്റ്റാഫിന്റെ മുന്നിൽ നിന്നും ഈ അപ്രൂവലിനായി കൈകൂപ്പി അപേക്ഷിക്കട്ടെ. കാമിനി, സ്റ്റോപ്പ് ഇറ്റ്. കിടന്ന് കൂവണ്ട. പുറത്തേക്കുള്ള വഴി അവിടെയാ. യു മേ ലീവ് നൗ. നിന്റെ ഭർത്താവിനെ കൂട്ടി ചെല്ല്. ലീവ്. അവൻ നിന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. നിനക്കായി എന്തും ചെയ്യും. ഇങ്ങനെ ഒരെണ്ണത്തിന് എവിടുന്ന് കിട്ടും നിനക്ക്? അതൊക്കെ പോട്ടെ, കൺഗ്രാജുലേഷൻസ്. ഇതാ നിന്റെ അപ്രൂവല്. ഇതെങ്ങനെ സാധിക്കും? ഞാൻ നിങ്ങളുടെ ഭർത്താവിന് പണം കൊടുത്തതാ. അത് നിനക്ക് തിരികെ കിട്ടും. എനിക്ക് എന്റെ പ്രതികാരമാണ് വലുത്. അഭിമന്യു, നിന്നോടാരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നിന്നെ അപമാനിച്ച് ഈ പ്രോജക്റ്റ് നേടാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നാണോ നീ വിചാരിച്ചത്? ഞാൻ ഇത്ര ഭീരുവാണോ? ഇനി വാ, ഇവിടുന്ന് പുറത്തു പോ. എന്തിനാ നീ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? യങ് മാസ്റ്റർ, എന്നെ ഇങ്ങനെ പിന്തുടരരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു റിച്ച് മാനാണെന്ന് ഇവിടെ ആരും അറിയരുത്, മനസ്സിലായോ? ഫോൺ വെക്കേ. ഞാൻ വീട് വൃത്തിയാക്കായിരുന്നു. ഓരോ തവണയും സോറി പറയേണ്ട ആവശ്യമില്ല. പല്ലവി, പല്ലവി, നിന്റെ അച്ഛനൊരു ആക്സിഡന്റ് ആയി.
വേഗം ഹോസ്പിറ്റലിലേക്ക് വാ. നിർത്ത് ബൈക്ക് നിർത്ത് പ്ലീസ്. വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്. അച്ഛന് ആക്സിഡന്റ് ആയി. മോം, പല്ലവി നിന്റെ അച്ഛൻ. വിഷമിക്കണ്ടമ്മേ, അച്ഛനൊന്നും സംഭവിക്കില്ല. ഡോക്ടർ സാർ, ഹലോ ഡോക്ടർ സാർ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്താണെന്ന് പറയാമോ? ഇവിടെ കൊണ്ടുവന്നപ്പോൾ അയാളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇപ്പോൾ കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. പല്ലവി, നീ ഒരു കാര്യം ചെയ്യ്, നീ അമ്മയും കൂട്ടി വീട്ടിലേക്ക് പോ. അങ്കിളിനെ ഞാൻ നോക്കിക്കോളാം. ഇത്ര മോശം അവസ്ഥയില് അച്ഛനെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല. പല്ലവി, അങ്കിൾ എനിക്ക് ദൈവം പോലെയാ. ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്ന ആളാ. ഞാൻ നല്ലോണം നോക്കിക്കോളാം. എല്ലാം ഞാൻ മാനേജ് ചെയ്യും. പ്ലീസ് നീ വീട്ടിലേക്ക് പോ. ഓക്കെ, താങ്ക് യു. നോക്ക്, മിസ്റ്റർ രവിചന്ദ്രന്റെ അവസ്ഥ പെട്ടെന്ന് വളരെ മോശമായിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. ഡോക്ടർ, നിങ്ങളല്ലേ പറഞ്ഞത് കണ്ടീഷൻ സ്റ്റേബിൾ ആണെന്ന്? ഇപ്പൊ എന്നിട്ട് പെട്ടെന്ന് എന്ത് പറ്റി? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്യാതെ വിട്ട അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. പ്ലീസ് എന്നാ ഉടനെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ ഫൈൻ. നിങ്ങൾ ആദ്യം കുറച്ച് ഡോക്യുമെന്റ്സ് സൈൻ ചെയ്ത് തരേണ്ടി വരും. പിന്നെ 15 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ബില്ലും അടയ്ക്കണം. ഞങ്ങൾ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം. എന്താ 15 ലക്ഷം? 15 ലക്ഷം എന്ന് കേട്ടപ്പോൾ അഭിമന്യു അല്പം ടെൻഷനായി. നീ ഇവിടെ എന്ത് ചെയ്യാ? ഈ ഓപ്പറേഷന്റെ കാശ് നിസ്സാരമായി പല്ലവിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് കരുതുന്നുണ്ടോ? യങ് മാസ്റ്റർ, ഈ ആക്സിഡന്റ് നടന്നത് താങ്കളുടെ മുത്തച്ഛന്റെ ഓർഡർ പ്രകാരമാണ്. എന്ത് ധൈര്യത്തിലാണ് നീ ഇത് ചെയ്തത്? സോമനാഥ പിള്ളയുടെ ധൈര്യവും പവറും എന്താണെന്ന് കരുതിയത്? അദ്ദേഹം ഒരു ചെറുവിരൽ അനക്കിയ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് മുഴുവൻ താഴേക്ക് പോകും. അപ്പോ ഈ ആക്സിഡന്റ് ഒക്കെ വെറും നിസ്സാരം. നീ ചെയ്തത് തെറ്റാ. ഇതിന്റെ ഫലം നീ അനുഭവിച്ചേ മതിയാകൂ. ഇതിന്റെ ഫലം വെറും 15 ലക്ഷം രൂപയല്ലേ? അതടയ്ക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ താങ്കൾ പിള്ളை ഗ്രൂപ്പിലേക്ക് മടങ്ങി വരണം. ആ 15 ലക്ഷം നിങ്ങൾ തന്നെയാ കൊടുക്കേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇനി ഞാൻ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാൻ കാശ് തന്നില്ലെങ്കിലും നീ നിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടില്ല യങ് മാസ്റ്റർ. നിന്റെ ഭാര്യയല്ലേ പല്ലവി? ഒന്ന് ആലോചിച്ച് നോക്ക്. അവളുടെ പപ്പയുടെ ആക്സിഡന്റിന്റെ കാരണം നമ്മുടെ എഗ്രിമെന്റ് നീ അംഗീകരിക്കാത്തതാണെന്ന് അവൾ മനസ്സിലാക്കിയ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? നിന്റെ സ്വന്തം പിള്ളை ഫാമിലിയാണ് ഈ അപകടത്തിന് പിന്നിലെന്ന് അവൾ അറിഞ്ഞ നിങ്ങളുടെ പച്ചു പിടിച്ചു വരുന്ന ബന്ധം അവസാനിക്കാൻ അത് മാത്രം മതി. പിന്നെ അവൾ നിങ്ങളോട് ക്ഷമിക്കുമോ? ആ പിന്നെ നിനക്ക് നിന്റെ മുത്തച്ഛനെ നന്നായിട്ട് അറിയാലോ. അദ്ദേഹം ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല. പിന്നെ പല്ലവിയുടെ കാര്യം എന്താവുമെന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. പല്ലവിയുടെ കുടുംബത്തിന് ദോഷമാകുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാ. പ്ലീസ് ഇനി നിങ്ങൾ പോ. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. യെസ് ഡോക്ടർ, ഇപ്പോ ഡേഞ്ചറിൽ നിന്ന് ആള് പുറത്തു വന്നു. താങ്ക് യു, താങ്ക് ഗോഡ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു സെക്കൻഡ്, ഞാൻ ഈ കോൾ എടുക്കട്ടെ. ഹലോ, യെസ് ദിവ്യ, പറയൂ. യെസ് ജീജു പ്ലീസ് സേവ് മീ. വിട് ജീജു പ്ലീസ്, എന്നെ രക്ഷിക്ക്. ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. വിട് പ്ലീസ് ജീജു. പല്ലവി, എനിക്കൊരു അർജന്റ് വർക്ക് വന്നിട്ടുണ്ട്. അത് തീർത്തിട്ട് ഞാൻ തിരിച്ചു വരാം. പ്ലീസ് ഗീവ് മീ സം ടൈം. താങ്ക് യു. ദേവ് മേനോനോട് പണി തുടങ്ങാൻ പറ. ഞാനിവിടെ എന്താ ചെയ്യുന്നത്? പല്ലവിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലല്ലേ? എന്റെ ഫോൺ ദിവ്യയെ വിളിക്കണം. ദിവ്യ, ഫോൺ എടുക്ക്. ഹലോ ദിവ്യ, നീ എവിടെ? ഇന്നലെ രാത്രി ഞാൻ മേനോന്റെ പാർട്ടിയിലെത്തിയപ്പോ നീ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആരോ
അയ്യോ ദൈവമേ, നീ ചീപ്പ് ഡ്രഗ്സ് ഉപയോഗിക്കല് സ്ഥിരമാക്കിയോ? ഞാൻ നിന്നെ എവിടെയും വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാനിപ്പോ നാട്ടിലില്ല, ഔട്ട് ഓഫ് ടൗണാ. നീ എന്താ പറയുന്നത്? സോ ഇറിറ്റേറ്റിംഗ്. നോക്ക്, ഞാൻ ബിസിയാ. നിന്റെ നോൺസെൻസ് കേൾക്കാൻ എനിക്ക് സമയമില്ല. ഡു യു ഗെറ്റ് ഇറ്റ്? ഇനി ഇതാരാ? വിക്രം. അതെ, വിക്രമാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടങ്ങാം. ഇപ്പോഴത്തേക്ക് റോസ്വുഡ് സ്പ്രിങ്സിൽ നിങ്ങൾക്കായി ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. പോയി ചെക്ക് ചെയ്യാം. പക്ഷേ അവിടുത്തെ ഓണറായ ദേവരാജനെ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ ചതിയനും തന്റെ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും നേടുന്ന ഒരാളുമാണ്. താങ്ക് യു വിക്രം. ഹൗസ് റോസ്വുഡില് അവിടെ 50 കോടിക്ക് താഴെ ഒരു ഫ്ലാറ്റ് പോലും കിട്ടില്ലല്ലോ. ഏയ്, നീ ആരാ? എന്താ എവിടേക്കായി കയറി പോകുന്നേ? സർ, ഞാൻ ഈ ബിൽഡിംഗിൽ ഒരു ഹൗസ് വാങ്ങാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് വീട് വാങ്ങാനോ? നീയോ? അതിന് നിങ്ങൾ എന്തിനാ അങ്ങനെ ചിരിക്കുന്നത്? നീ ഇവിടെ വീട് വാങ്ങോ? സ്വപ്നത്തിൽ വാങ്ങിക്കോ. എന്തായാലും 4 പേർക്കുള്ള ഒരു റൂം ഒഴിവുണ്ട്. അത് മതിയാവും നിനക്ക്. സർ പ്ലീസ്, ഒരാളുടെ വസ്ത്രം നോക്കി അവനെ വിലയിരുത്തരുത്. ഇങ്ങനെ പറഞ്ഞാലൊന്നും നീ കേൾക്കത്തില്ല. ഞാൻ നിന്നെ പുറത്താക്കാം. മാറി നിൽക്കാൻ അങ്ങോട്ട്. പ്ലീസ്, എന്നെ തുടരുത്. മാറി നിൽക്ക. ഇങ്ങനെ ചെയ്യരുത്. ഇത് ശരിയല്ല. എന്തിനാ എന്നെ തൊടുന്നത്? നിങ്ങളുടെ ട്രെയിനിങ് ശരിയായി നടന്നില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് മറന്നുപോയോ? നിങ്ങളുടെ മുന്നിൽ ആരാ നിൽക്കുന്നതെന്ന് അറിയോ? എന്നെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് തീർച്ചയായും ശരിയല്ല. കേൾക്ക്, അവരുടെ മുന്നിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയണം. ശരിയാണ് സർ. സോറി സർ. ഇഡിയറ്റ്. ദിസ് വേ സർ, പ്ലീസ്. ഞാൻ സോറി പറയുന്നു. ഇനി ഇത് ആവർത്തിക്കരുത്. വെൽ, മിസ്റ്റർ ദേവരാജൻ, ഈ വണ്ടർഫുൾ മീലിന് താങ്ക് യു സോ മച്ച്. പ്ലഷർ ഈസ് മൈൻ സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി വർക്കിലേക്ക് വരാം. തീർച്ചയായും റോസ്വുഡ് സ്പ്രിങ്സ് വളരെ പോപ്പുലർ ആണ്. നിങ്ങൾ നാഷൻ വൈഡ് എക്സ്പാൻഡ് ചെയ്താൽ വലിയ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് എന്റെ ഭാഗ്യമായിരിക്കും സർ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. സീ യു. ലഞ്ച് ഇഷ്ടമായോ സർ? അതൊരു ഫാന്റാസ്റ്റിക് ഓസം ഫീസ്റ്റ് ആയിരുന്നു സർ. ഇതൊരു ചെറിയ ഗിഫ്റ്റാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഇത്രയെങ്കിലും ഞാൻ ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ പോകുന്നത് എനിക്കിഷ്ടമല്ല. താങ്ക് യു. ഓക്കെ. ലെറ്റ്സ് സ്റ്റാർട്ട്. കാർ എടുക്ക. ഇത് ദേവരാജന്റെ കാറാണോ? ഈ കാർ റെന്റ് ചെയ്യാൻ പോലും അവന്റെ സ്റ്റാറ്റസ് പോരാ. അവര് തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അഭിമന്യു, ഇതെല്ലാം എന്താ? ഇങ്ങനെ എക്സ്പെൻസീവ് കാർ റെന്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ഇല്ല, ടെൻഷൻ അടിക്കണ്ട. ഇതൊരു ഫ്രണ്ടിന്റെ കാറാ. നീ വാ, പോവാ. നിന്റെ ഈ എല്ലാ ഫോട്ടോസും ഇപ്പൊ പല്ലവിയുടെ അടുത്തെത്തും. ഞങ്ങൾ എല്ലാവരും ഇവിടെ നിങ്ങളെ വീട്ടിൽ കാത്തിരിക്കുക. പിന്നെ ഡിവോഴ്സ് പേപ്പേഴ്സും റെഡിയാ. വേഗം വീട്ടിലേക്ക് വാ. കം ഫാസ്റ്റ്. അവിടെ തന്നെ നിക്ക്. അഭിമന്യു, ഇനി ഒരു അടിയെങ്കിലും എന്റെ വീട്ടിലേക്ക് വയ്ക്കരുത്. ഇത്രയും കാലം നീ ഒരു പാഴായിരുന്നു. ഇപ്പൊ ഈ കുടുംബത്തിന് നീ ഒരു നാണക്കേടും കൂടിയായി. എന്റെ മകളെ വഞ്ചിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇത് മുഴുവൻ കള്ളമാണ്. ഈ ഫോട്ടോസിൽ കാണുന്നത് പോലെ ഒന്നുമല്ല. അത് ഞാൻ പോലുമല്ല. നോൺസെൻസ്. ഈ ഫോട്ടോ കണ്ടാൽ വ്യക്തമാണ് അത് നീ തന്നെയാണ്. പല്ലവി, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കേ. ഇത് ഞാനല്ല. ഇതെല്ലാം കള്ളവാ. നമ്മുടെ റിലേഷൻഷിപ്പ് തകർക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നുണ്ട്. ഇത് അവരുടെ കോൺസ്പിറസിയാ. ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഓ, എന്നാ സത്യം എന്താന്ന് പറയ്. പണത്തിനായി നീ ഈ വിവാഹം കഴിച്ചതല്ലേ? അതെ, പക്ഷേ ആ ആഗ്രഹം ഇന്നും നിന്റെ ഉള്ളിലുണ്ടല്ലോ.
പിന്നെ ഏത് റിലേഷൻഷിപ്പാണ് നീ പറയുന്നത്? ഇതുവരെ ഒന്നും നടക്കാത്ത ഈ റിലേഷൻഷിപ്പ് തന്നെയാണോ ഡിവോഴ്സ് പേപ്പേഴ്സ്? ദാ അവിടെ കിടക്കുന്നു. മിണ്ടാതെ അത് സൈൻ ചെയ്യ്. ഇനി ഈ വൃത്തികെട്ടവനോടൊപ്പം ഒരു നിമിഷം പോലും ഞാൻ നിന്നെ താമസിപ്പിക്കില്ല. പല്ലവി പല്ലവി പ്ലീസ്, ഇത് ചെയ്യരുത്. അവൾ എന്നെ ട്രാപ്പ് ചെയ്യാ. പ്ലീസ് പ്ലീസ്. പല്ലവി അഭിമന്യുവിനെ ഡിവോഴ്സ് ചെയ്യുമോ? അല്ലെങ്കിൽ കഥയിൽ ഒരു പുതിയ ട്വിസ്റ്റ് ഉണ്ടാകുമോ? സത്യം പറഞ്ഞ് അഭിമന്യുവിന് ഈ ഡിവോഴ്സ് നിർത്താനാകുമോ? എന്തുകൊണ്ടായിരിക്കും പല്ലവിയുടെ അച്ഛൻ അഭിമന്യുവിനെ തന്നെ വിവാഹത്തിനായി തിരഞ്ഞെടുത്തത്? നിരവധി രഹസ്യങ്ങൾ പുറത്തു വരാനിരിക്കുകയാണ്. ഇതറിയാൻ പോക്കറ്റ് FM ഡൗൺലോഡ് ചെയ്ത് കേൾക്കൂ ദ ബോസ്. ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.